സ്വർണ്ണവില തകർന്ന് നിലം പരിശാവുമോ എന്ന് തോന്നിപ്പിക്കും വിധം സ്വർണ്ണവില കുറയുന്നു. പക്ഷേ ഒരിക്കലും സ്വർണ്ണവില തകർന്ന് നിലം പരിശാവില്ല എന്ന് തന്നെയാണ് വിദഗ്ധരെല്ലാവരും പറയുന്നത്. നാളെയും കേരളത്തിൽ സ്വർണ്ണവില കുറയാൻ തന്നെയാണ് സാധ്യത. പോക്ക് അങ്ങോട്ട് തന്നെയാണ് ഇന്ന് എല്ലാ മാർക്കറ്റിലെ ചലനങ്ങളും സൂചിപ്പിക്കുന്നത്. അത് കേരളത്തിലും പ്രതിഫലിക്കും എന്നും തന്നെയാണ് ഇന്ത്യൻ റിയലും പറയുന്നത്. ഇന്ത്യൻ റിയൽ വസ്തുതകളെ അടിസ്ഥാനമാക്കിയാണ് സംസാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പോക്ക് തുടർന്നു കഴിഞ്ഞാൽ, മാർക്കറ്റിൻ്റെ ഇന്നത്തെ ഈ പോക്ക് തുടർന്നു കഴിഞ്ഞാൽ നാളെയും കേരളത്തിൽ സ്വർണ്ണവില കുറയും. അതാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. നാളെ വരാൻ പോകുന്നത് ഇന്ത്യൻ റിയലിൻ്റെ ഒരു അനുമാനത്തിൽ മാത്രമാണ് പറയുന്നത്. യഥാർത്ഥ സംഭവം സൃഷ്ടാവിന് മാത്രമേ അറിയുകയുള്ളൂ നാളത്തെ കാര്യം. എനിവേ, മാർക്കറ്റ് തകർന്ന് തന്നെ പോവുകയാണ്. ഓരോ ദിവസവും വാക്സിനിലുള്ള പ്രതീക്ഷ വർദ്ധിച്ചു വരുന്നത് കൊണ്ട് ഒരു വലിയ എന്താണ് പറയുക, അടിയന്തരമായ ഒരു കോവിഡ് ക്രൈസിസ് ഇവിടെ നിന്നിട്ടും സ്വർണ്ണവില കുറയുകയാണ്. അതൊരു വലിയ ഒരു അത്ഭുതം തന്നെയാണ്. വാക്സിനിലുള്ള പ്രതീക്ഷ തന്നെയാണ് ഉയർന്നു പോവാതെ സ്വർണത്തെ പിടിച്ചു നിർത്തുന്നത്. ഇതൊരു വലിയ ഒരു ഫിനോമിനൽ ചേഞ്ച് തന്നെയാണ്. എല്ലാ ദിവസവും വരാൻ പോകുന്ന ദിവസം സ്വർണ്ണവില കൂടുമോ കുറയുമോ എന്ന് അറിയുന്നതിന് വേണ്ടി ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു. നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, താങ്ക് യു സോ മച്ച്.